എന്റെ വാത്സല്യമുള്ളവരെ, ഞാനിതാ നശ്വരമായ ഈ ലോക ജീവിതത്തിൽ നിന്നും എന്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വപിതാവിനെ മുഖാമുഖം കാണുവാനായി പോകുന്ന സന്തോഷത്തിന്റെ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിന് വിലപിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി പറയുവിൻ. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമെൻ മുൻപിലുണ്ട്. ഈ പനിന്തിരനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദനത്തിരികൾ വെഞ്ചരിപ്പ് സുഗന്ധ ദൈവങ്ങൾ വരും സത്യനാഥനായ ദൈവമേ, അങ്ങയുടെ ഭഗവാൻ ഞങ്ങൾ പാമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അങ്ങ് ആശീർവദിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെ, ഭൂമിയിൽ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും അങ്ങനെ കാര്യത്തെ പൊഴുത്തുകയും മഹനീയമായ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങ് ആകാശത്തിൻ്റെ മുന്നിലെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എന്റെ ദിവസങ്ങൾ എത്ര പരിമുളങ്ങളാകുന്നു, മരിച്ചവരെ അർപ്പിക്കുന്ന നിങ്ങൾക്ക് നാമത്തിന് സ്തുതിയേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാംശിക കർത്താവേ, മഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ശരണം നീയല്ലോ, ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണ നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനുന അന്തിമ ദിവസമുയർപ്പേകും.
ക്ഷയമുള്ളോരക്ഷയനാകും മധ്യദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടത്തിയവരെ സ്വീകരിക്കുന്ന അമ്പരവേദിയിൽ അഖിലേശൻ വിശികാരാധനഴുന്നള്ളം പരിശുദ്ധന്ന അണിയണിയ എതിരേൽപ്പിന്നുയരം നേടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ആദിമുതൽ നീക്കുമാമീൻ മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്തു വലം ഭാഗേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെയും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവുമ്പോഴേ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകലത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധയോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനും വിശ്വസിക്കുകയും നിത്യജീവൻ സത്യമായി എന്നോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല, മറിച്ച് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി എന്നോട് പറയുന്നു, ദൈവത്തിന് ശബ്ദം കേൾക്കുകയും അത് ജീവിക്കുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉടമമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാൻ അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടാൽ കല്ലറ ശബ്ദം സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി അവർക്ക് വരും. സ്നേഹ ബഹുമാനപ്പെട്ട ആന്റണി പുതുശ്ശേരിയച്ച, ഡീക്കൻ ബ്രദർ അലൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഭൂമിയിൽ 79 വർഷത്തോളം ജീവിച്ച് ദൈവം ഏൽപ്പിച്ച കടമകളും ഉത്തരവാദിത്തങ്ങളും തന്നാൽ ആവുന്ന വിധത്തിൽ തൻ്റെ കഴിവനുസരിച്ച് നിർവഹിച്ചതിന് ശേഷം ഈ അമ്മച്ചി ലഭിച്ചെത്തി നിത്യസമ്മാനത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മക്കൾക്കും മറ്റുമക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനവും ദുഃഖവും അർപ്പിക്കുകയാണ്. ഈ വേർപാട്, ഈ നഷ്ടം നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള ശക്തി തമ്പുരാൻ നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വലിയൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു പരമാർത്ഥമാണ്
നമ്മുടെയൊക്കെ മരണം. ജീവിക്കുന്നതോറും കൂടുതൽ ജീവിക്കാനുള്ള ആഗ്രഹമാണ് മനുഷ്യരായ നമ്മളിലൊക്കെ ഉള്ളത്. മുമ്പിൽ തല കുനിക്കേണ്ടതായിട്ട് വരും. വലിയവനായാലും ചെറിയവനായാലും, കഴിവുള്ളവനായാലും കഴിവില്ലാത്തവനായാലും, പണ്ഡിതനായാലും പാമരനായാലും മരണത്തെ സ്വീകരിച്ചേ മതിയാവും. നമ്മുടെയൊക്കെ മരണം സുനിശ്ചിതമാണ്, എന്നാൽ സമയം നിശ്ചയമില്ല. നമ്മുടെയൊക്കെ മരണം തീർച്ചയാണ്, എന്നാൽ എങ്ങനെ, എവിടെ വെച്ച്, ഏത് സമയത്താണ് മരണം നമ്മെ പിടികൂടുക എന്ന് നമുക്കാർക്കും തന്നെ മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണത്തെ സ്വീകരിക്കാനായിട്ട്, മരണത്തെ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ഒരുക്കം നടത്തണം, തയ്യാറെടുപ്പ് നടത്തണം എന്ന് അമ്മച്ചി നമ്മോട് മൂകമായ ഭാഷയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമ്മൾ മരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുക, ഒരുക്കം നടത്തുക? മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് അന്ത്യവിധിയെക്കുറിച്ച്. അന്ത്യവിധി നാളിലെ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. വലതുവശത്തും ഇടതുവശത്തും ആളുകളെ നിർത്തും. വലതുവശത്തുള്ളവർക്ക് നിത്യ സൗഭാഗ്യം ലഭിക്കുമ്പോൾ ഇടതുവശത്തുള്ളവർക്ക് നിത്യശിക്ഷയാണ് ലഭിക്കുക. ദൈവത്തിൻ്റെ വലതുവശവും ഇടതുവശവും, അല്ലെങ്കിൽ നിത്യസൗഭാഗ്യവും നിത്യ ശിക്ഷയും ലഭിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഈ ലോകത്തിലെ നമ്മുടെ ജീവിതക്രമമനുസരിച്ചാണ്, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതമനുസരിച്ചാണ് നമുക്ക് ദൈവത്തിൻ്റെ വലതുവശവും ഇടതുവശവും ഇരിക്കാനുള്ള വരം ലഭിക്കുക. ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു ഉപകാര പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിത്യസൗഭാഗ്യം ലഭിക്കും. എന്നാൽ ഈ ലോകത്തിൽ ദ്രോഹിച്ചുകൊണ്ട്, തിന്മ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിത്യശിക്ഷയാണ് ലഭിക്കുക. നമ്മുടെയൊക്കെ ജീവിതം വളരെ ഹ്രസ്വമാണ്, താൽക്കാലികമാണ്. കണ്ണടയ്ക്കുന്ന നേരം കൊണ്ട് നമ്മളൊക്കെ ജീവിതം നമ്മുടെ കടന്നുപോകും. ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ സുഹൃതസമ്പന്നമായ ജീവിതം നയിക്കാൻ അമ്മച്ചി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സഹായിച്ച്, സഹകരിച്ച്, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് സൗഹൃദത്തോടുകൂടി ജീവിക്കണം എന്നാണ് അമ്മച്ചി തൻ്റെ മരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. നമുക്കറിയാം, ഈ അമ്മച്ചി വർഷങ്ങളോളം രോഗശയ്യയിലായിരുന്നു. പുറത്തേക്ക് നടക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാനൊന്നും സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് 3-4 വർഷം ശയ്യയിൽ തന്നെയായിരുന്നു. ഇവിടെ ജീവിതത്തിലെ സഹനത്തിലൂടെ, വ്യസനത്തിലൂടെയൊക്കെ അമ്മച്ചി കടന്നുപോയിട്ടുണ്ട്. മക്കളെ, പ്രത്യേകിച്ച് ജോർജും ഭാര്യ ലിജിയും ജോമോനൊക്കെ പൊന്നുപോലെയാണ് അമ്മച്ചിയെ നോക്കിയത്. ഒന്നും കുറവില്ലാത്ത രീതിയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ അവരെ അമ്മച്ചിയെ നോക്കി. വലിയൊരു മാതൃകയാണ് ഈ കുടുംബം നമുക്ക് നൽകുന്നത്. ഈ കുടുംബം പള്ളിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ജോർജ്. ഞാനിവിടെ വികാരിയായിരുന്ന അവസരത്തിൽ 2 ടൈം അടുപ്പിച്ച് കൈക്കാരനായിരുന്നു. പള്ളിപണിയുടെ സമയത്ത് കൈക്കാരന്, അതിനുശേഷം പള്ളി വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ആ ഒരു ജോർജിൻ്റെ ആ കഴിവും പ്രാപ്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും പള്ളി വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ജോർജിനെ വീണ്ടും കൈക്കാരനാക്കി. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോർജ്. അന്ന് മാത്രമല്ല, ഇന്നും ജോർജ് പള്ളി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ദേവാലയം എന്ന് പറയുന്നത് ജീവിതത്തിൽ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ മേഖലകളിലും
ജോർജിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ പള്ളിയുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന ഒരു കുടുംബം. നമുക്ക് ഈ അവസരത്തിൽ കമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. നീതിമാന്മാർ പോലും പിഴയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ മാനുഷികമായ ബലഹീനതകളും കുറവുകളും പോരായ്മകളുമൊക്കെ ഈ അമ്മച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കുറവുകളും തിന്മകളും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് കൊടുക്കണമേ എന്ന് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്ന നമ്മളാണ് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. സൽക്കർമ്മങ്ങളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെയൊക്കെ നമുക്ക് അമ്മച്ചിയെ അനുസ്മരിക്കാനും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കും. ഈ അമ്മച്ചിയെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കുടുംബത്തിന് അനുശോചനം, ദുഃഖം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആകാശത്തിലും തരവരാകുന്നു. ഞങ്ങളുടെ ജീവന് കാരണവാന്മാരുടെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നടുവിൽപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനമുയരും ഞാനാകുന്നു. കരയരുദേവം കരുണയന്തികമാർന്ന ഗുലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ഏകായാത്മനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അറിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഈ ഭവനത്തിൽ വെച്ച് ഈ മരിച്ചുപോയ സഹോദരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാവരും പ്രത്യേകിച്ച് യൂണിറ്റിൽപ്പെട്ടവർ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഈ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അമ്മച്ചിയുടെ 11ാം ചരമദിനമാണ് ആചരിക്കുന്നത്. 30-ാം തീയതി മെയ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10:30 തുടങ്ങുന്ന ചരമദിനം ആചരിക്കുന്നത്. നമുക്ക് തുടർന്ന് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം വീടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ
സ്നേഹിത ജനമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ മകൾക്ക് പ്രാർത്ഥിപ്പതിനായി. കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി പറയുവിൻ. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, തന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോ കൂടെയുണ്ട്. മിഥ്യാനിൽ മോശയ്ക്ക് സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. ലോകവും അതിലെ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതം ആഗ്രഹിക്കുന്നവൻ ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. അതിലുള്ളവരോ പ്രാർത്ഥന
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. താരത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ വസ്ത്രമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. വയലിൽ പുനരും പുൽക്കൊടി പോലെ ജീവിതമേ. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുൻപാകെ എന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ പോകുന്നു. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണു നീ കണ്ടവനെന്നോടു കൂടെയുണ്ട്. സ്വർഗീയമന്നായെ കൊണ്ടു തൻ ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവം. എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രൻ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസത്താൽ നീ ആളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
അവനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ചത് കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. നിന്നെ വിളിക്കട്ടെ മർത്തനമറിയമണിഞ്ഞൊരുവൻ മഹിമാധുതിയോടെ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ, മർത്തലമറിയമണിഞ്ഞൊരുവൻ മഹിമാധുതിയോടെ. മലചരിതകളാം സാറായേലീശ മത്തയോടും കൂടെ കടശിയിലുത്താനെ നിതരാം കനിവാർന്നരുളട്ടെ സാവകിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ, മർത്തലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. യോത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടൂ. ദൈവമയുടെ അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനെ നിരാശപ്പെടുന്നു? നീ എന്തിനെ സാധിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓരസത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതദേഹ സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.